വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പദയാത്രയ്ക്ക് നാളെ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന തലത്തിൽ കേരള സൗഹൃദ പദയാത്ര നടത്തുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന ഈ പദയാത്ര ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ജില്ലകൾ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. കഴിഞ്ഞ 17-ാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങി മൊത്തം എല്ലാ 14 ജില്ലകളും കവർ ചെയ്ത് മെയ് 31-ാം തീയതി കോഴിക്കോട് വെച്ച് സമാപിക്കുന്ന ഒരു പദയാത്രയാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ കേരളത്തിലെ സൗഹൃദം നിലനിർത്തുക. കേരളത്തിലെ നമുക്കറിയാം വിവിധങ്ങളായ മതവിശ്വാസികളും മതവിഭാഗത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ സൗഹൃദപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന ഈ കേരളത്തിൽ എന്നാൽ കുറച്ച് കാലങ്ങളായി ഈ സൗഹൃദം തകർക്കുന്ന രൂപത്തിലുള്ള ചില പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം അതിന് ഉദാഹരണമായിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചത് അത് ചില വർഗീയ അതുപോലെ തന്നെ ചില ജാതീയത ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ ചില വിഭാഗങ്ങൾ ചില ഒരു രാജ്യമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകളും പണ്ട് ഉണ്ട്. ചില മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മൊത്തം കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷം തകർത്ത് ചില താല്പര്യ കക്ഷികൾക്ക് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സൗഹൃദം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നത്. അപ്പം അതിനപ്പുറം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശാർത്ഥം കേരളത്തിലെ വിവിധ ജാതി മത വിശ്വാസികൾ ഏവരും ഐക്യത്തോടെ കൂടി, ഏവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് കേരളത്തിന് സൗഹൃദം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശാർത്ഥമാണ് ഇങ്ങനൊരു പദയാത്ര നടത്തുന്നത്. ജനങ്ങൾ വളരെ സൗഹൃദപരമായിട്ടാണ് വിവിധ മതങ്ങളിലും മതം ഇല്ലാത്തവരായാലും ഒക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ പൊന്നാനിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം നമ്മുടെ നാട്ടിൽ അകൽച്ചയുണ്ടാക്കി, ജനങ്ങളുടെ ഹൃദയത്തിൽ അകൽച്ചയുണ്ടാക്കിയിട്ട് ആ സൗഹാർദ്ദം തകർത്ത് അതിൽ നിന്നും ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ശക്തികൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശക്തികൾക്കെതിരായിട്ടാണ് നമ്മൾ ഈ സാഹോദര്യ പദയാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ആ സാഹോദര്യം നഷ്ടപ്പെടാതെ ഐക്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ മൊത്തം വികസനം ആ ഒരു സാഹോദര്യത്തിലും ജനാധിപത്യത്തിലും ഊന്നിയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് നാളെ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കൊല്ലൻപടിയിൽ നിന്നും ആരംഭിച്ച് വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് രാത്രി 8 മണിക്ക് സമാപനം പൊന്നാനി ജയം റോട്ടിൽ സമാപനം ആവുന്ന രീതിയിലാണ് ജാഥയുടെ തീരുമാനമുള്ളത്. പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് ബി ഹംസയാണ് ആ ജാഥയുടെ ക്യാപ്റ്റൻ നയിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ വ്യത്യസ്ത വാർഡുകളിൽ ഈ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ, ഈ പദയാത്ര കടന്നു പോവുക. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.